Welcome all. നമ്മൾ പ്രോസസ് കാൽക്കുലേഷനിൽ മെറ്റീരിയൽ ബാലൻസ് വിത്ത് കെമിക്കൽ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വിത്ത് കെമിക്കൽ റിയാക്ഷനിൽ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാറ് പെർസെൻറ്റേജ് എക്സസ് എയർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എക്സസ് എയർ തന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻ. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. മീഥേൻ ഈസ് ബേൺ വിത്ത് എക്സസ് എയർ ടു എൻഷ്യൂർ കംപ്ലീറ്റ് കമ്പഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇഫ് ദി ഓർസാറ്റ് അനാലിസിസ് ഓഫ് ഫ്ലൂ ഗ്യാസ് ഗീവ്സ് 9% കാർബൺ ഡൈ ഓക്സൈഡ്, 1% കാർബൺ മോണോക്സൈഡ്, 5% ഓക്സിജൻ ആൻഡ് റെസ്റ്റ് നൈട്രജൻ. കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഓഫ് മീഥേൻ ബേൺഡ്, അതേപോലെ തന്നെ പെർസെൻറ്റേജ് എക്സസ് എയർ. ഇപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പെർസെൻറ്റേജ് എക്സസ് എയർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എക്സസ് തന്നിട്ട് നമ്മളെ കോമ്പോസിഷൻ. ഇതിൻ്റെ കൂട്ടത്തിലൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോക്സിമേറ്റ് ആൻഡ് അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് കോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കോളിൽ നമ്മൾ രണ്ട് അനാലിസിസ് പറയാറുണ്ട്. ഒന്ന് പ്രോക്സിമേറ്റും വേറൊന്ന് അൾട്ടിമേറ്റ് അനാലിസിസ്. പ്രോക്സിമേറ്റ് അനാലിസിസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കോമ്പോസിഷൻ ഓഫ് കോളിൽ നമ്മൾ മെയിനായിട്ട് 4 ടേംസാണ് പറയാറുള്ളത്. ഒന്ന് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, 2 വോളട്ടൈൽ കമ്പസ്റ്റബിൾ മാറ്റർ, 3 ഫിക്സ്ഡ് കാർബൺ, 4 ആഷ് കണ്ടൻറ്റ്. അതായത് കോമ്പോസിഷൻ, നമ്മൾ സാധാരണ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലുള്ള കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ അതിലുള്ള എലമെൻറ്റിനെ പറ്റിയിട്ടാണ് ആലോചിക്കുക. പക്ഷേ പ്രോക്സിമേറ്റ് അനാലിസിസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് ഞാൻ ട്രൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും. അതേപോലെ ഹീറ്റ് ചെയ്തിട്ട് വോളട്ടൈൽ കമ്പസ്റ്റബിൾ മാറ്റർ എത്രയുണ്ട്, പിന്നെ ബാക്കിയുള്ള ആഷ് കണ്ടന്റ് എത്രയുണ്ട്. ഫിക്സ്ഡ് കാർബൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് കാർബൺ എന്ന് പറഞ്ഞാൽ 100 മൈനസ് മോയ്സ്ചർ കണ്ടന്റ് പ്ലസ് വോളട്ടൈൽ കമ്പസ്റ്റബിൾ മാറ്റർ പ്ലസ് ആഷ് കണ്ടന്റ്. ഓക്കെ, ടോട്ടൽ 100% ആണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3, ഈ 3 മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് ഫിക്സ്ഡ് കാർബണിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ്, വോളട്ടൈൽ കമ്പസ്റ്റബിൾ മാറ്റർ, ഫിക്സ്ഡ് കാർബൺ, ആഷ് കണ്ടന്റ്. ഇതാണ് പ്രോക്സിമേറ്റ് അനാലിസിസ്. ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് കോൾസ് ബിഹേവിയർ. അത് രണ്ടായാലും നമ്മുടെ എയിം എന്ന് പറയുന്നത് കോൾസ് ബിഹേവിയർ ഡ്യൂറിങ് കമ്പഷൻ ആൻഡ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഇൻഫോർമേഷൻ നൽകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ എലമെൻ്റൽ കോമ്പോസിഷൻ ആണുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ കോളിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട് എന്ന് വെച്ചാൽ എലമെൻ്റ് ആണ്. കാർബൺ എലമെൻറ്റ്, ഹൈഡ്രജൻ എലമെൻറ്റ്, ഓക്സിജൻ എലമെൻറ്റ്, നൈട്രജൻ എലമെൻറ്റ്, സൾഫർ എലമെൻറ്റ്, എത്ര എലമെൻറ്റ് ഉണ്ടോ അവരുടെയൊക്കെ പെർസെൻറ്റേജ്. ഓക്കെ, പ്ലസ് ആരും കൂടെ ഉണ്ടാവും, ആഷ് കണ്ടൻറ്റും കൂടെ ഉണ്ടാവും. ഇതാണ് അൾട്ടിമേറ്റ് അനാലിസിസ്. ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ അബൌട്ട് കോൾസ് കെമിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, കെമിക്കൽ കോമ്പോസിഷൻ തരുന്നതാണ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഹീറ്റിംഗ് വാല്യൂ. അപ്പോൾ രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ ജനറൽ ഐഡിയ ഓഫ് കോൾസ് കമ്പോസിഷൻ ആണെങ്കിൽ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആൻഡ് അക്യുറേറ്റ് പിക്ചർ ഓഫ് കോൾസ് എന്ത് കിട്ടും, എലമെൻ്റൽ കോമ്പോസിഷൻ കിട്ടും. അതാണ് അൾട്ടിമേറ്റ് അനാലിസിസ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ഓർസാറ്റ് അനാലിസിസിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഓക്കെ, ഓർസാറ്റ് അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ ഫ്ലൂ ഗ്യാസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓർസാറ്റ് അനാലിസിസിൽ നിങ്ങൾ നോക്കിയാൽ കാണാം മീഥെയിനിൻ്റെ ഫോർമുല CH4 ആണ്. അപ്പോൾ മീഥെയിൻ ഞാൻ കമ്പഷൻ ചെയ്യുകയാണെങ്കിൽ ആരുണ്ടാവും? കാർബൺ കമ്പഷൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം, ഹൈഡ്രജൻ കമ്പഷൻ ചെയ്യുമ്പോൾ വാട്ടറും ഉണ്ടാവണം അല്ലേ? മീഥെയിൻ കമ്പഷൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വേണം. പക്ഷേ ഓർസാറ്റ് അനാലിസിസിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ H2 എന്ന് പറയുന്ന ആളെ അവർ കൊടുത്തിട്ടില്ല. ഓർസാറ്റ് അനാലിസിസിൽ നമ്മൾ സാധാരണ വാട്ടറിനെ ഉൾപ്പെടുത്താറില്ല. ഓർസാറ്റ് അനാലിസിസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ് ടു ഡിറ്റർമൈൻ കോമ്പോസിഷൻ ഓഫ് ഗ്യാസ് മിക്സ്ചർ, പെർട്ടിക്കുലർലി കോൺസെൻട്രേഷൻ ഓഫ് സെർട്ടൈൻ ഗ്യാസസ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ, ഈ നൈട്രജൻ ഉണ്ടെങ്കിൽ നൈട്രജൻ, ഇതൊക്കെയാണ് ഓർസാറ്റ് അനാലിസിസിൽ നമ്മൾ പറയുക. ഓക്കെ, ഇത് കോമൺലി നമ്മളുടെ കമ്പഷൻ അനാലിസിസിലാണ് പറയാം. എസ്പെഷ്യലി നമ്മൾ ഇൻഡസ്ട്രിയലായിട്ടുള്ള പ്രോസസ്സിലോ അല്ലെങ്കിൽ പവർ പ്ലാന്റിലോ പറയാം. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കോമ്പോസിഷൻ ഓഫ് ഗ്യാസ് മിക്സ്ചർ. ഓക്കെ, മെയിനായിട്ട് എൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ. അപ്പോൾ ഓർസാറ്റ് അപ്പാരറ്റസിൽ നമ്മൾ സാധാരണ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ വോളിയം പെർസെൻറ്റേജ് ഓഫ് സ്പെസിഫിക് ഗ്യാസസിനെ നമ്മൾ മെഷർ ചെയ്യും. അതായത് it typically involves absorbing gases in a series of chemical solution which selectively removes specific gases from the sample. അതായത് ഞാനിപ്പോൾ എൻ്റെ ഫ്ലൂ ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ടെങ്കിൽ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ചിലപ്പോൾ പൊട്ടാസ്യം കോമ്പൗണ്ടായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടാസ്യം കോമ്പൗണ്ട് ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം അബ്സോർബ് ചെയ്യും.
ഓക്കെ. സോ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവും. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവും. അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ സൊല്യൂഷൻ ഉപയോഗിക്കാം. നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ. അപ്പോൾ വോളിയം ചേഞ്ച് ഉണ്ടാകുന്നതനുസരിച്ചിട്ടാണ് ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് ഗ്യാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ മെയിനായിട്ട് ഓർസാറ്റ് അപ്പാരറ്റസിൽ നമ്മൾ ചെയ്യുന്നത് വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കാൻ മീഥേൻ കമ്പഷൻ ചെയ്യുമ്പോൾ ഓർസാറ്റ് അനാലിസിസിൽ വാട്ടർ ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഓക്സിജനും നൈട്രജനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓർസാറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എൻ്റെ കോമ്പോസിഷൻ ഓഫ് ഗ്യാസ് മിക്സർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഗ്യാസിനെ അബ്സോർബ് ചെയ്യും. അപ്പോഴുള്ള വോളിയം ചേഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഓരോ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ വേപ്പർ നമ്മൾ ടിപ്പിക്കലി റിമൂവ് ഫ്രം ഗ്യാസ് സാമ്പിൾ ബിഫോർ അനാലിസിസ്. ഓക്കെ, കാരണം വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ അക്യൂറസിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ വേപ്പറിനെ ഒഴിവാക്കുന്നത്. സോ ഓർസാറ്റ് അനാലിസിസ് നോക്കി നിങ്ങൾക്ക് കാണാം, അതിൽ വാട്ടർ വേപ്പർ തരാറില്ല. അപ്പോൾ ഇനി എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Methane is burned with excess air to ensure complete combustion. If the Orsat analysis of flue gas give 9% carbon dioxide, 1% carbon monoxide, 5% oxygen and the rest nitrogen. അപ്പോൾ നമുക്ക് ബേസിസ് ആയിട്ട് എന്തെടുക്കാന്ന് പറഞ്ഞാൽ 100 moles ഓഫ് ഫ്ലൂ ഗ്യാസ് എടുക്കാം. ഓക്കെ, 100 മോൾ ഫ്ലൂ ഗ്യാസ് എടുത്താൽ ഫ്ലൂ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് 9 മോൾസ് ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ് 1 മോൾ ഉണ്ടാവും, ഓക്സിജൻ 5 മോൾസ് ഉണ്ടാവും, ബാക്കി നൈട്രജൻ ആണെന്ന് പറഞ്ഞത്. സോ ഇത് മൊത്തം കൂട്ടുകയാണെങ്കിൽ 9 1 10, 10 5 15. അപ്പോൾ ബാക്കി 85 മോള് നൈട്രജൻ ആയിരിക്കും അല്ലേ. 100ന് 15 കുറച്ചാൽ 85 മോൾ. ഇനി എന്നോട് ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് മീഥെയിൻ ബേൺഡ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മീഥെയിൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മീഥെയിൻ ഞാൻ കൊടുത്തത് മൊത്തം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം പ്രൊഡക്റ്റിൽ കാർബൺ അടങ്ങിയ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉള്ളൂ. മീഥെയിനിൽ മെയിനായിട്ട് ആരാ ഉള്ളത്? കാർബണും ഹൈഡ്രജനും ഉള്ളത്. ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓർസാറ്റ് അനാലിസിസ് ആയതുകൊണ്ട് ഇത് കാണിച്ചിട്ടില്ല. കാർബൺ ആരായിട്ട് മാറിയിട്ടുണ്ടാവും? അതായത് മീഥെയിനിലെ കാർബൺ ആരായിട്ട് മാറിയിട്ടുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാർബണിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ 1 മോള് കാർബൺ വേണം അല്ലേ. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 1 മോൾ. അപ്പം 9 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 9 മോള് കാർബൺ റിയാക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി 1 മോള് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്തു. 1 മോള് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ 1 മോള് കാർബൺ റിയാക്ഷനിൽ പങ്കെടുക്കണം. 9 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ 9 മോള് കാർബൺ റിയാക്ട് ചെയ്യണം. 1 മോള് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ അതായത് C+O2 ഗീവ്സ് CO2. 1 മോള് CO2 ഉണ്ടെങ്കിൽ 1 മോള് കാർബൺ റിയാക്ട് ചെയ്യണം. C+O2 ഗീവ്സ് CO. 1 മോള് കാർബൺ മോണോക്സൈഡ് കിട്ടണമെങ്കിൽ 1 മോള് കാർബൺ റിയാക്ട് ചെയ്യണം. അപ്പോൾ 9 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് 9 മോള് കാർബൺ റിയാക്ട് ചെയ്തിട്ടുണ്ട്. 1 മോള് കാർബൺ മോണോക്സൈഡ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 1 മോള് കാർബൺ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് 10 മോള് കാർബൺ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ 10 മോള് കാർബൺ ബേൺഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മീഥെയിനിൽ ആക്ച്വലി എത്ര കാർബണാണ് ഉള്ളത്? 1 മോള് മീഥെയിൻ എടുത്താൽ 1 മോള് കാർബണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 10 മോള് കാർബൺ ബേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ? 10 മോള് മീഥെയിൻ ആണ് ഞാൻ ബേൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥെയിൻ കിട്ടിയില്ലേ? ഇതാണ് ഇതിൻ്റെ ബേസ്. അതായത് കാർബണെ ബാലൻസ് ചെയ്യുക. 9 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 1 മോള് കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ 10 മോള് കാർബൺ പ്രൊഡക്റ്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ റിയാക്റ്റൻറ്റിലും എന്ത് വേണം? 10 മോള് കാർബൺ വേണം. 10 മോള് കാർബൺ എന്ന് വെച്ചാൽ അതിൻ്റെ റിയാക്റ്റൻ്റ് ആരാ? മീഥെയിൻ ആണ്. 10 മോള് കാർബൺ കിട്ടണമെങ്കിൽ ഞാൻ എത്ര മീഥെയിൻ എടുക്കണം? 10 മോള് മീഥെയിൻ എടുക്കണം. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മീഥെയിൻ ബേൺഡ് ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് മീഥെയിൻ എന്ന് പറയുന്നത് 10 മോൾ. ഇനി ഗ്രാം ആക്കുകയാണെങ്കിൽ CH4 മോളിക്കുലർ മാസ് 16 ആണ്, 160 ഗ്രാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എക്സസ് എയർ യൂസ്. ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് എക്സസ് എയർ കാണുന്നതിന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ
പെർസെൻറ്റേജ് എക്സസ് ഓക്സിജൻ കണ്ടുപിടിക്കാം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എക്സസ് എയർ യൂസ്ഡിന് നമുക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എത്ര എയർ സപ്ലൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ എത്ര ഓക്സിജൻ സപ്ലൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈട്രജൻ തന്നിട്ടുണ്ടെങ്കിൽ ആ നൈട്രജനെ പിടിക്കുക. നൈട്രജൻ 85 മോൾസ് ഫ്ലൂ ഗ്യാസിലുണ്ട്. ഓക്കെ, അതായത് പുറത്തേക്ക് വന്നതിൽ നൈട്രജൻ 85 മോൾസ് ഉണ്ട്. അപ്പോൾ കയറിയ നൈട്രജൻ എമൗണ്ട് എത്രയായിരിക്കും? നൈട്രജൻ എൻറ്റേഡ് എത്ര തന്നെയായിരിക്കും? 85 മോളായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയർ എൻറ്റേഡ് കണ്ടുപിടിച്ചൂടെ? അതായത് ബേസിക്കലി എൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ 100 മോള് എയർ എടുത്താൽ അതിൽ 21 മോള് ഓക്സിജൻ ഉണ്ട്, 79 മോള് നൈട്രജൻ ഉണ്ട്. ഓക്കെ, അതായത് 79 മോള് നൈട്രജൻ കയറുമ്പോൾ 100 മോള് എയർ കയറും. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു പറയാം, 100 മോൾ എയർ കയറുമ്പോൾ 79 മോള് നൈട്രജൻ കയറണം. സിമിലർലി എനിക്കൊരു കാര്യം കൂടെ പറയാം, 79 മോള് നൈട്രജൻ കയറുമ്പോൾ കൂടെ 21 മോള് ഓക്സിജനും കയറും. ഇതാണ് എൻ്റെ ഫീഡിൻ്റെ കോമ്പോസിഷൻ, എയറിൻ്റെ കോമ്പോസിഷൻ. ഓക്കെ, 100 മോൾ എയർ കയറുമ്പോൾ 79 മോള് നൈട്രജൻ കയറും. ഇപ്പോൾ ഇവിടെ നൈട്രജൻ എത്ര കയറിയിരിക്കുന്നത്? 85 മോൾ. അതായത് 79 നൈട്രജൻ കയറുമ്പോൾ 100 എയർ കയറണം. ഇങ്ങനെയാണെങ്കിൽ 85 നൈട്രജനാണ് കയറിയത്. ഇങ്ങനെയാണെങ്കിൽ എത്ര എയർ കയറിയിട്ടുണ്ടാവും? 85 × 100 ഡിവൈഡഡ് ബൈ 79. ഓക്കെ, 85 ഡിവൈഡഡ് ബൈ 79 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 107.595. 107.59 വേണമെങ്കിൽ 49. ഓക്കെ, ഇതാണ് എയർ എൻറ്റേർഡ്. ഇനി ഓക്സിജൻ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം. അതായത് 79 മോള് നൈട്രജൻ കയറുമ്പോൾ എത്ര മോൾ ഓക്സിജൻ കയറും? 21 മോള് ഓക്സിജൻ കയറും. ഇവിടെ എത്ര നൈട്രജൻ എൻ്റർ ചെയ്തിരിക്കുന്നത്? 85 മോള്. അപ്പോൾ എത്ര ഓക്സിജൻ കയറിയെന്ന് വെച്ചാൽ 85 × 21 ഡിവൈഡഡ് ബൈ 79. സോ 22.5949 മോൾസ്. ഓക്കെ, അപ്പോൾ എയർ എൻ്റർ ചെയ്ത എമൗണ്ട് കിട്ടി, അതല്ലെങ്കിൽ ഓക്സിജൻ എൻ്റർ ചെയ്ത എമൗണ്ട് കിട്ടി. ഓക്കെ, ഞാൻ രണ്ട് രീതിയിലും ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എയർ സപ്ലൈഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കുക. ആരുപയോഗിക്കുക? നിങ്ങൾ നൈട്രജനെ ഉപയോഗിക്കുക. നൈട്രജൻ്റെ ബേസിൽ കണ്ടുപിടിക്കുക. അതായത് 79 മോൾ നൈട്രജൻ കയറുമ്പോൾ ഓക്സിജൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 21 മോൾ ഓക്സിജൻ കയറണം. അപ്പോൾ 85 എത്ര? 85 × 21/17. എയറിൻ്റെ കേസ് ആണെങ്കിൽ 79 മോൾ നൈട്രജൻ കയറുമ്പോൾ 100 മോൾ എയർ കയറണം. അപ്പോൾ 85 എത്രയെന്ന് വെച്ചാൽ 85 × 100/79. ഓക്കെ അല്ല? ഇനി എൻ്റെ റിയാക്ഷനിലേക്ക് വരാം. റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്: മീഥെയ്ൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2H2O. ബാലൻസ് ചെയ്യുകയാണെങ്കിൽ CH4 + 2O2 ഗീവ്സ് CO2 + 2H2O. ഓക്കെ അല്ലേ? നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ തിയററ്റിക്കലി റിക്വയർഡ് ഓക്സിജൻ കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ എയിം എപ്പോഴും ഞാൻ ഒരു ഹൈഡ്രോ കാർബൺ കത്തിക്കുന്നുണ്ടെങ്കിൽ അതിലെ കാർബൺ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ആവണം, ഹൈഡ്രജൻ മൊത്തം H2 ആവണം. ഇതാണ് എൻ്റെ എയിം. ഒരു ഹൈഡ്രോ കാർബൺ കത്തിക്കുമ്പോൾ കാർബൺ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ആവണം, ഹൈഡ്രജൻ മൊത്തം H2 ആവണം. ഇതാണ് എൻ്റെ എയിം. അപ്പോൾ അതിന് വേണ്ട ഓക്സിജനാണ് ഞാൻ തിയററ്റിക്കലി റിക്വയർഡ് ആയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ആക്ച്വലി എത്ര സംഭവിച്ചു എന്നല്ല ഞാൻ നോക്കുക. തിയററ്റിക്കലി റിക്വയർഡ് എന്ന് പറയുമ്പോൾ കാർബണെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ഓക്സിജൻ വേണം, അല്ലെങ്കിൽ ഹൈഡ്രജനെ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് എത്ര ഓക്സിജൻ ഉപയോഗിച്ചു. ഇവിടെ രണ്ടും നടക്കുന്ന ഒരു റിയാക്ഷനിലാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഓക്സിജൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. അതായത് 1 മോള് മീഥെയ്നിന് 2 മോള് ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? എൻ്റെ കയ്യിൽ എത്ര മോള് മീഥെയ്നാണുള്ളത്? 10 മോള് മീഥെയ്നാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 10 മോള് മീഥെയ്ന് എത്ര മോൾ ഓക്സിജൻ വേണം? 20 മോൾ ഓക്സിജൻ വേണം. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എക്സസ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്സിജൻ ഞാൻ സപ്ലൈ ചെയ്തത് എത്രയാണെന്ന് നോക്കുക. 22.5949 മൈനസ് തിയററ്റിക്കലി റിക്വയർഡ് ഓക്സിജൻ എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, പെർസെൻറ്റേജ് ആക്കുമ്പോൾ ഇൻറ്റു 100. അപ്പോൾ 22.5949 മൈനസ് 20 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. സോ എനിക്ക് കിട്ടുക
12.975%. ഓക്കെ, ഇതാണ് പെർസെൻറ്റേജ് എക്സസ് ഓക്സിജൻ. ഇനി ഇത് തന്നെയായിരിക്കും പെർസെൻറ്റേജ് എക്സസ് എയറിൻ്റെ ആൻസർ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിക്കാൻ നമുക്ക് തിയററ്റിക്കലി ഓക്സിജൻ റിക്വയർഡ് 20 മോളാണ്. അങ്ങനെയാണെങ്കിൽ തിയററ്റിക്കലി എയർ എത്രയാണ് റിക്വയർഡ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ 21 മോള് ഓക്സിജൻ കയറുമ്പോൾ 100 മോള് എയർ കയറണം അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 79 മോള് നൈട്രജൻ 100 മോൾ എയർ ആണെങ്കിൽ 21 മോൾ ഓക്സിജന് 100 മോൾ എയർ. ഓക്കെ, ഇപ്പോൾ 21ന് 100 ആണെങ്കിൽ 20ന് എത്ര? 20 × 100 ഡിവൈഡഡ് ബൈ 21. ശരിയല്ലേ? അതായത് 21 മോൾ ഓക്സിജൻ 100 ആണെങ്കിൽ 20ന് എത്ര എന്നാണ് ചോദ്യം. കാരണം തിയററ്റിക്കലി റിക്വയർഡ് ഓക്സിജൻ 20 ആണ്. അപ്പോൾ തിയററ്റിക്കലി റിക്വയർഡ് എയർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 20 × 100 ഡിവൈഡഡ് ബൈ 21. സോ 20 × 100 ഡിവൈഡഡ് ബൈ 21 എന്ന് പറയുമ്പോൾ 95.2381. ഓക്കെ, അപ്പോൾ എയർ സപ്ലൈഡ് 107.5942, എയർ റിക്വയർഡ് 95.2381. ഇതെങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എക്സസ് എയർ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 107.5949 ഇതാണ് എയർ എൻറ്റേർഡ് മൈനസ് എയർ റിക്വയർഡ് 95.2381 ഡിവൈഡഡ് ബൈ 95.2381 ഇൻറ്റു 100. ഓക്കെ, 107.5949 മൈനസ് 95.2381 ഡിവൈഡഡ് ബൈ 95.2381 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ 12.975% അല്ലെങ്കിൽ 48. ഇവിടെയാണെങ്കിലും 48ൻ്റെ അടുത്ത്. ഓക്കെ, സോ രണ്ട് കേസിൽ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ എയർ സപ്ലൈഡും തിയററ്റിക്കലി എയർ റിക്വയർഡും കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈഡും തിയററ്റിക്കലി ഓക്സിജൻ റിക്വയർഡും കണ്ടുപിടിക്കാം, എന്നിട്ട് പെർസെൻറ്റേജ് എക്സസ് കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാണെങ്കിലും ആൻസർ 12.975%. അതേപോലെ മീഥേൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റിൽ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ട്. സോ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് നോക്കുക, അത് തന്നെയായിരിക്കും എൻ്റെ ഫീഡിൽ. കാരണം ഫീഡിലെ കാർബൺ കോമ്പൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മീഥേനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.